ക്രിക്കറ്റ് ലോകം കണ്ട ഇതിഹാസങ്ങളാണ് പോണ്ടിങ്ങും ഗാംഗുലിയുമെല്ലാം. ഇപ്പോൾ ഇവർ ഡൽഹി ടീമിൻ്റെ സപ്പോർട്ടേഴ്സാണ്. ഡൽഹി ടീമിലെ താരങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നത് ഇവരാണ്. ഇന്ന് ഡൽഹി ടീമിനോടൊപ്പം തന്നെ ഗാംഗുലിയും പോണ്ടിങ്ങും ഇരിക്കുന്നുണ്ടായിരുന്നു. രാജസ്ഥാൻ്റെ ഓരോ കാര്യങ്ങളും കണ്ട് പോണ്ടിങ് വരെ ഒന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ട്. ഇന്ന് കളി കഴിഞ്ഞ ശേഷം പോണ്ടിങ്ങും ഗാംഗുലിയും പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഡൽഹി തോറ്റ ശേഷം റിക്കി പോണ്ടിങ്ങും ഗാംഗുലിയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങൾ ജയിക്കുമെന്നായിരുന്നു കരുതിയത്, എന്നാൽ അവസാന നിമിഷം കളി കൊണ്ടുപോയി കളഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വിഷമവുമുണ്ട്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഇന്നത്തെ മാച്ച് ജയിക്കാമായിരുന്നു. ബൗളിങ്ങിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. റിയാൻ പരാഗ് അങ്ങനെ അടിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അവനെ നേരത്തെ തന്നെ ഔട്ടാക്കേണ്ടതായിരുന്നു. ഇന്ന് സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. അവൻ്റെ ഓരോ തന്ത്രങ്ങളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇത്രയും മികച്ചൊരു ക്യാപ്റ്റനെ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ എടുക്കുന്നില്ല? അവനെ ഇന്ത്യൻ ടീമിൽ ഒരു ക്യാപ്റ്റൻസി കൊടുത്തു നോക്കൂ. അവൻ്റെ കഴിവ് അവൻ പുറത്തെടുക്കും. പലവിധ ടെക്നിക്കുകൾ സഞ്ജു ഇന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഒരു സീനിയർ ക്യാപ്റ്റൻ ചെയ്യുന്നത് പോലെയാണ് സഞ്ജു കാര്യങ്ങൾ ചെയ്യുന്നത്. സഞ്ജുവിൻ്റെ ദീർഘവീക്ഷണം മികച്ചതാണ്. ഡൽഹി ടീമിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പോണ്ടിങ്ങും ഗാംഗുലിയും വ്യക്തമാക്കി. ഡൽഹി ആരാധകർ നിരാശയിലാണ്. കളിച്ച അടുത്ത മത്സരവും ഡൽഹി തോറ്റിരിക്കുകയാണ്. ഇതുവരെ ഒരു പോയിന്റ് പോലും അവർക്കില്ല. ഇന്നത്തെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ട് പോണ്ടിങ് പോലും ഞെട്ടിയിരിക്കുകയാണ്. അതുപോലത്തെ കുതന്ത്രങ്ങളാണ് സഞ്ജു ഇന്ന് കളിക്കളത്തിൽ പ്രയോഗിച്ചത്. അവസാന ഓവർ വരെ ആവേശക്കാന് കൊടുത്തത് സഞ്ജുവിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.